നിങ്ങൾ ആരുടെ കൂടെയാണോ ദീർഘസമയം ചെലവിടുന്നത്, അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പകരപ്പെടും. നിങ്ങൾ ആരോടുകൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെയുള്ള കഷ്ടാനുഭവങ്ങളുടെ വഴിയിൽ തന്നെ മൃഗീയമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ഇവരോട് ക്ഷമിക്കണമേ, ഇവർക്കറിവില്ല കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദീർഘക്ഷമയുള്ള പിതാവിനോടുകൂടെ പുത്രൻ ചേർന്ന് നടന്നാൽ ആ സ്വഭാവം പകരപ്പെടും, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ആരോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ ദൈവത്തോടു കൂടെയാണോ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ളൊരു കൃപ ദൈവം നിങ്ങൾക്ക് തരും. യേശു പറഞ്ഞു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, എൻ്റെ വചനം അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ശത്രുവിനെ സ്നേഹിച്ച ക്രൂശിലെ സ്നേഹത്തിൻ്റെ വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നതെങ്കിൽ, ആ വചനമാണ് നമ്മുടെ ചിന്തകളെ ഭരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു സ്വഭാവം തരും. ഒരു സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടും. അത് വചനത്തിൻ്റെ ഭാവമായിരിക്കും, യേശുവിൻ്റെ ഭാവം, ദിവ്യ സ്വഭാവം. യേശുവിനോട് കൂടെ നടക്കുക. യേശുവിനോട് കൂടെ നടന്നാൽ നമുക്ക് മനസ്സിലുണ്ടാകും, ദയയുണ്ടാകും, താഴ്മയുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും. അതെ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയ അബ്രഹാം എങ്ങനെയാണത് പ്രാപിച്ചത്? ദീർഘക്ഷമയാലാണ്. ദൈവത്തോടു കൂടെ, വചനത്തോടു കൂടെയൊക്കെ ദീർഘനാളുകളിരുന്നപ്പോൾ ആ മനുഷ്യനിലേക്ക് പകരപ്പെട്ടതാണ് ആ ക്യാരക്ടർ. നിങ്ങൾ കൂടെ വസിക്കുന്നത് എന്തിനോടാണോ അതിൻ്റെ സ്വഭാവം ഇന്ന് പകൽ നിങ്ങളിലേക്ക് പകരപ്പെടാൻ പോവുകയാണ്. ദൈവത്തോട് കൂടെ നടക്കാം, വചനത്തിൽ വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.